try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. Looking for change, looking for pain, pulling a mob, pushing a train. I'll never stop, stick to a lane, pick up the pieces and go rearrange. I'll be the best above all the rest, put me to the test. എനിക്ക് ചിത്രത്തിലെ പാട്ട് ഓർമ്മ വരും. ദൂരെ കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്ത് വെച്ചേ എൻ്റെ വെറ്റില പാത്രവും മറന്നു. അപ്പോൾ ദൂരെ കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക ഇതല്ലേ, സൂര്യനെയല്ലേ അങ്ങനെ പറയുക. ദൂരെ കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്ത് വെച്ചേ എൻ്റെ വെറ്റില തമ്പളത്തിൽ. ആഹാ, കൊള്ളാലോ വീഡിയോ. ഞാനിന്നിവിടെ അടുത്തുള്ളൊരു ഗാർഡനിൽ കുറച്ച് നേരം നടക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്ത് നമ്മുടെ ബോംബെയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗാർഡനൊക്കെ ഒന്ന് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. മൂന്നാറിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും നിൽക്കുക. പക്ഷേ നമുക്കിപ്പോൾ എവിടെ ആയാലും മൂന്നാറിനെ കണ്ടെത്തിയേ തീരുള്ളല്ലോ. മനസ്സിലായല്ലേ? നല്ല ഭംഗിയല്ലേ? കുറച്ച് നേരമൊക്കെ പച്ചപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ തലയ്ക്കൊരു വെളിവുണ്ടാവും. രാവിലെ തന്നെ എൻ്റെ മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആവാനും ഈ പ്രകൃതിയിലെ ശബ്ദമൊക്കെ ഒന്ന് കേൾക്കാനും ഒക്കെ ആയിട്ട് ഞാനൊന്ന് പുറത്തിറങ്ങിയതാണേ. ഞാനിങ്ങനെ സ്പീക്കർ എന്തായാലും പറയുക, ഒരു മൈക്കൊക്കെ ഇല്ലേ കോളറിൽ വയ്ക്കുന്ന, അതൊന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ശബ്ദം എത്രയുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഏതായാലും നിങ്ങളെല്ലാവരെയും ബോറടിപ്പിക്കണോ? ഈ കുട്ടി എന്താണ്, അല്ലെങ്കിൽ ഇവരെന്താണ് ഏത് നേരം വീഡിയോ അല്ലേ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ശരി, എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പം നാട്ടിലത്തെ ചെമ്പരത്തി കണ്ട് നമുക്ക് ഇവിടെയാണെങ്കിൽ ചെമ്പരത്തി വീട്ടിലും ഉണ്ട് കേട്ടോ, ഫ്ലാറ്റിലുമേ. ഒരു കറക്കം അങ്ങോട്ട് കറങ്ങുക. അപ്പം എല്ലാം കാണാമല്ലേ, എല്ലാ ചുറ്റിനും നമ്മുടെ കൈ തന്നെയാണ് ഷൂട്ടിംഗ് സ്റ്റാൻഡ് കേട്ടോ. അയ്യോ, ഇതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കിനി പാട്ട് പാടണമെന്നൊക്കെ തോന്നും. ഒന്നാം രാഗം പാടി ഒരു മിനിറ്റ്. ആഹാ, ഓഹോ, അതാരാ? ഒരു കിളി ഫ്രണ്ട് വിളിക്കുന്നുണ്ടല്ലോ. ആ സൂര്യപ്രകാശം കണ്ടോ? ഇതൊക്കെ സൂര്യപ്രകാശം എല്ലായിടത്തും ഉള്ളതല്ലേ, പക്ഷേ എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. സൂര്യൻ ഉദിച്ച് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇന്നത്തേക്ക് അത്യാവശ്യം സമാധാനമായി. ഇതൊരു കഷ്ടമാണെന്ന്. ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ ഒരാളിൻ്റെ മുമ്പിൽ കൂടെ നടക്കും. എന്താല്ലേ, എന്ത് പ്ലാന്റാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ സംഭവം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അയ്യോ, എന്തിട്ട് സംഭവം ഇത്? ആഹാ, ഇത് എന്നതാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾക്കറിയോ ഇതിൻ്റെ പേരെന്തുവാന്ന്? കോട്ടൺ പ്ലാന്റ് ആണോ? സത്യം പറഞ്ഞാൽ കോട്ടൺ ഏതാണെന്നും അറിയത്തില്ലെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്.
ഇത് ഒരു മഞ്ഞ പൊട്ട് കണ്ടോ, അത് അന്നേരം വന്നതാണ് കേട്ടോ. എന്താ പറയുക, ഞാനേ കണ്ടുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ. എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായി, എന്നാലും അന്നേരം കണ്ടപ്പോൾ ഒരു പ്രത്യേക അതിശയം തോന്നി. ഇങ്ങനെ മഞ്ഞ ഒരു ലൈറ്റ് ഇങ്ങനെ എൻ്റെ മുടിയിൽ. സംഭവം ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ക്യാമറയിൽ നിന്ന് ഒരു ലൈറ്റ് പോവുമല്ലോ, അതിൻ്റെ എന്തോ റിഫ്ലക്ഷൻ എന്തോ ആണെന്ന് തോന്നുന്നു എൻ്റെ മുടിയിലേക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, നമ്മുടെ നന്ദനത്തിൽ നവ്യ നായരെ പോലെ ഇത് എവിടെ നിന്ന് വന്നു ഈ പൊട്ടെന്നൊക്കെ ചോദിക്കില്ലേ അവർ, അതുപോലെ. ഓക്കെ, ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോധാര ശ്യാമ മനോഭിരാമ പുലിനോപാന്തപ്രദേശങ്ങളിൽ ആരന്തർമുഖം ഇപ്രപഞ്ച പരിണാമോത്പിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം.